പോയവർ ആരും തിരികെ വരാത്തൊരു സെൻറ്ററിലേക്കാണ് നമ്മുടെ ഹീറോ പോകുന്നത്. അതായത് വെൽനസ് സെൻറ്ററിലേക്ക്. വെൽനസ് സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്പായൊക്കെ പോലെ ഏറെക്കുറെ ആശുപത്രി എന്ന് വേണമെങ്കിലും പറയാം. കാരണം ഇവിടെയും ഡോക്ടറും നേഴ്സും ഒക്കെ ഉണ്ട്. അങ്ങനെ ഒറ്റപ്പെട്ട അവിടേക്ക് ഒരാളെ തേടി നമ്മുടെ ഹീറോ പോകുന്നു. അവിടെ ചെന്ന ശേഷമാണ് ആ സെൻറ്ററിൻ്റെ പഴയ കഥകളും കാര്യങ്ങളുമെല്ലാം ഹീറോ അറിയുന്നത്. പിന്നീട് എന്തൊക്കെയായിരിക്കും നടന്നിട്ടുണ്ടാവുക? പറഞ്ഞു വരുന്നത് കിടിലൻ ട്വിസ്റ്റുള്ള ഏറെക്കുറെ ഷട്ടർ ഐലൻഡ് ഒക്കെ പോലെയുള്ളൊരു പടമാണ്. 2016 ഇറങ്ങിയ എ ക്യൂർ ഫോർ വെൽനസ് എന്ന മൂവിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ മൂവിയുടെ അവസാനം 2 കിടിലൻ ട്വിസ്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കണം. അപ്പം നമുക്ക് ടൈം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവി തുടങ്ങുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പടത്തിലെ ഹീറോ ആയിട്ടുള്ള ലോഹേട്ടിനെയാണ്. ഹീറോ വർക്ക് ചെയ്യുന്നത് ഒരു ഷെയർ മാർക്കറ്റ് കമ്പനിയിലാണ്. നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. അങ്ങനെ ഒരിക്കലാണ് ഹീറോയ്ക്ക് കമ്പനിയുടെ ബോർഡ് ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു കോള് വരുന്നത്. അതായത് ആ കമ്പനിക്ക് ഒരു പ്രശ്നം പറ്റിയതുകൊണ്ട് തന്നെ ആ കമ്പനി വിൽക്കാൻ പോവുകയായിരുന്നു. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട്. ആ കമ്പനിയുടെ CEO ആയിട്ടുള്ള റോളണ്ട് എന്നൊരാളുണ്ട്. പുള്ളി തന്റെ സ്വത്തുക്കളെല്ലാം ഉപേക്ഷിച്ച ശേഷം പോളണ്ടിലുള്ളൊരു വെൽനസ് സെന്ററിലേക്ക് പോയിരിക്കുകയാണ്. ഇനി ഇങ്ങോട്ടേക്ക് പുള്ളി വരില്ലെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രശ്നമെന്ന് വെച്ചാൽ വിൽക്കുന്ന ടൈമിൽ കമ്പനിയുടെ ഓഡിറ്റിംഗ് നടത്തും. അങ്ങനെയെങ്ങാം നടത്തുകയാണെങ്കിലോ ഈ കമ്പനിയുടെ എല്ലാ തട്ടിപ്പുകളും പൊളിയും. ഇത്രയും പണമുള്ള CEO ഇതെല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് എന്തെങ്കിലും വട്ട് കാണുമല്ലോ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം CEOയുടെ തലയിലേക്ക് ഇടാമെന്നും പുള്ളിയെ എങ്ങനെയെങ്കിലും പിടിച്ചുകൊണ്ട് വരണമെന്നും ഹീറോയോട് ഇവര് പറയും. അങ്ങനെ ഹീറോ CEOയെ കാണാൻ വേണ്ടി പോകും. ആ വെൽനസ് സെന്ററിലേക്കുള്ള യാത്ര തുടങ്ങും. ഹീറോ അങ്ങനെ ഒടുവിൽ അവിടെ എത്തുകയും ചെയ്യും. ഇങ്ങോട്ടേക്ക് വരുന്ന വഴി ഈ വെൽനസ് സെന്റർ ആർക്കും അത്ര താല്പര്യമില്ലെന്നുള്ള കാര്യം അവിടെയുള്ള നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ഹീറോയ്ക്ക് പിടികിട്ടുകയും ചെയ്യും. ഈ വെൽനസ് സെന്റർ എന്ന് പറയുമ്പോൾ ഭ്രാന്താശുപത്രി ഒന്നുമല്ല കേട്ടോ. അതായത് നമ്മുടെ സ്പായൊക്കെ പോലെയാണ്. അവിടെ ഡോക്ടറും നേഴ്സുമാരും അങ്ങനെ കുറേ ആളുകളുമുണ്ട്. അങ്ങനെ ഹീറോ ആ സെന്ററിനകത്തേക്ക് എത്തും. പക്ഷെ അവിടെയുള്ള നേഴ്സും സ്റ്റാഫും ആരും ഹീറോയെ CEO ആയിട്ടുള്ള റോളണ്ടിനെ കാണാൻ അനുവദിക്കുന്നില്ലായിരുന്നു. അതുമാത്രമല്ല അവിടെയുള്ള മെയിൻ ഡോക്ടറായിട്ടുള്ള വോൾമറും ഹീറോയെ റോളണ്ടിനെ കാണാൻ അനുവദിക്കുന്നില്ലായിരുന്നു. റോളണ്ടിനെ എങ്ങനെ കാണണമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ഹീറോ ഡോക്ടറിനെ വെല്ലുവിളിച്ച ശേഷം അവിടെ നിന്ന് വീണ്ടും ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ടൈമിലാണ് ഹീറോയുടെ വണ്ടിക്ക് ഒരു അപകടം പറ്റുന്നതും വണ്ടി തെറിച്ച് കാട്ടിലേക്ക് പോകുന്നതും. ആ അപകടത്തിന് ശേഷം ഹീറോ കണ്ണു തുറക്കുന്നത് 3 ദിവസം കഴിഞ്ഞാണ്. ഹീറോയുടെ കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുമുണ്ടായിരുന്നു. പക്ഷേ ഹീറോയ്ക്ക് മറ്റു മുറിവുകളൊന്നുമില്ലായിരുന്നു. അതോടൊപ്പം തന്നെ ഡ്രൈവറിനും വലിയ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപകടത്തെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വോൾമർ ഹീറോയോട് പറഞ്ഞ ശേഷം അവിടെ നിന്ന് പോവുകയും ചെയ്യും. പിന്നീട് ഹീറോ ആ സെന്ററിൽ തന്നെയാണ്. ആ ടൈമിലാണ് അവിടെയുള്ള കാതറിൻ എന്ന പെൺകുട്ടിയെ ഹീറോ കണ്ടുമുട്ടുന്നത്. അത്യാവശ്യം ടീനേജ് പ്രായമുള്ളൊരു കുട്ടിയായിരുന്നു അവൾ. എന്തുകൊണ്ടാണെന്നറിയില്ല, കാതറിന് കാഴ്ചയിൽ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ടായിരുന്നു. അതുമാത്രമല്ല അവൾ ഇടയ്ക്കിടയ്ക്ക് ഏതോ മെഡിസിൻ ഓരോ തുള്ളിയായിട്ട് കുടിക്കുകയും ചെയ്യും. ഇതേ മെഡിസിൻ തന്നെ വോൾമറും കഴിക്കാറുണ്ടായിരുന്നു. ഹീറോ എന്താണെന്ന് ചോദിക്കുന്ന ടൈമിൽ അത് വിറ്റാമിൻ ആണെന്നാണ് വോൾമർ ഹീറോയോട് പറയുന്നതും. പിന്നീട് ഹീറോ അവിടെ വെച്ച് കണ്ടുമുട്ടുന്ന മറ്റൊരാളാണ് വിക്ടോറിയ എന്ന പേരുള്ള ഒരു പ്രായമായ പേഷ്യന്റ്. വിക്ടോറിയയെ കണ്ടുമുട്ടുന്ന ടൈമിൽ ഈ സെന്ററിനെ പറ്റിയുള്ള കഥകളെല്ലാം പുള്ളിക്കാരി ഹീറോയോട് പറയുകയും ചെയ്യും. അതായത് ഇപ്പോൾ ഈ വെൽനസ് സെന്റർ ഉള്ള സ്ഥലം 200 വർഷങ്ങൾക്ക് മുമ്പ് ബറോൺ എന്ന് പറഞ്ഞൊരു ഫാമിലിയുടെ കയ്യിലായിരുന്നു. 200 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം ഒരു കോട്ടയായിരുന്നു. ഇവിടെയുള്ള ബെറോൺ എന്ന ആൾക്ക് പ്യുവർ ബ്ലഡിൽ ഒരു കുട്ടി വേണമെന്നുണ്ടായിരുന്നു. അതായത് സ്വന്തം സഹോദരിയുടെ കുട്ടി. അതാണ് ഈ പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബെറോൺ തന്റെ സഹോദരിയെ തന്നെ കല്യാണം കഴിക്കും. പിന്നീടാണ് അറിയുന്നത് അവൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്ന്. അതുകൊണ്ട് തന്നെ ബെറോൺ കുറെ പരീക്ഷണങ്ങൾ നടത്തും. അതിൽ പലതും ഫെയിലായി പോയിട്ടുണ്ടെങ്കിലും ഒടുവിൽ അത് വിജയിക്കും. പക്ഷേ ഈ മെഡിസിൻ കണ്ടുപിടിച്ച ടൈമിൽ കുറെ പേഷ്യന്റ് മരണപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. ഈ പേഷ്യന്റ് ഒക്കെ ആണെങ്കിലോ അവരുടെ ഇഷ്ടപ്രകാരം വന്നതുമല്ല. അവിടെയുള്ള സാധാ ആളുകളെല്ലാം ബറോൺ പിടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾക്കാർക്കും ഈ ബെറോൺ ഫാമിലി ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ബെറോണിന്റെ ഈ പ്രവൃത്തിയെല്ലാം കാരണം അവിടെയുള്ള ആളുകളെല്ലാം ചേർന്ന് ആ കോട്ടയ്ക്ക് തീയിടും. ആ ടൈമിൽ ബെറോണിന്റെ വൈഫ് ഗർഭിണിയുമായിരുന്നു. വൈഫിന്റെ വയറ് കീറി കുട്ടിയെ പുറത്തെടുത്ത ശേഷം അവിടെയുള്ള കുളത്തിലേക്ക് നാട്ടുകാർ കുട്ടിയെ വലിച്ചെറിയുകയും ചെയ്യും. പിന്നീട് ബെറോണിനെയും വൈഫിനെയും തീയിലിട്ട് കൊലപ്പെടുത്തുകയും ചെയ്യും. പക്ഷേ കുട്ടി മാത്രം എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടുവെന്നും വിക്ടോറിയ ഹീറോയോട് പറയും. ഈ കഥയൊക്കെ കേട്ട ഹീറോയ്ക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പോകണമെന്ന് തോന്നും. ഹീറോ അവന്റെ കയ്യിലുള്ളൊരു പാവയെ കാതറിഞ്ഞു കൊടുക്കും. എന്നിട്ട് അവളുടെ സൈക്കിളിൽ കടം ചോദിക്കുകയും ചെയ്യും. കാതറിന് ആ പാവയെ വാങ്ങിയ ശേഷം സൈക്കിളിൽ കടം കൊടുക്കും.
ഹീറോ ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് അറിഞ്ഞ് കാതറിൻ അവളും കൂടെ വരാമെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ കാതറിനും ഹീറോയും അവിടെ താഴെയുള്ളൊരു ബാറിലേക്ക് പോകും. ബാറിലെത്തിയ ശേഷം ഹീറോ കമ്പനിയിലേക്ക് വിളിക്കും. റോളണ്ടിന് കമ്പനിയിലേക്ക് എത്താൻ കഴിയില്ലെന്നും ഹീറോയ്ക്ക് അപകടം പറ്റിയെന്നുമുള്ള കാര്യം കമ്പനിയിലേക്ക് വിളിച്ചു പറഞ്ഞു എന്നാണ് വോൾമർ ഹീറോയോട് പറഞ്ഞത്. പക്ഷേ ഈ കാര്യമൊന്നും കമ്പനിയിൽ അറിഞ്ഞിട്ടില്ലെന്നുള്ള കാര്യം കമ്പനിയിലെ സ്റ്റാഫ് ഹീറോയോട് പറയും. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഡോക്ടറായിട്ടുള്ള വോൾമർ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് തോന്നുന്നത്. ഹീറോ സെൻട്രലിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ CEO ആയിട്ടുള്ള റോളണ്ടിന്റെ കുറെ മെഡിക്കൽ റിപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടി അവിടെ അടുത്ത് ഏതെങ്കിലും ഡോക്ടർ ഉണ്ടോ എന്ന് ഹീറോ ബാറിൽ മുഴുവൻ അന്വേഷിക്കും. പക്ഷെ അവിടെ അടുത്ത് ആകെപ്പാടെ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ ബാറിന് പുറകിലുള്ള ഒരു മൃഗഡോക്ടറായിരുന്നു. ഹീറോയ്ക്ക് ഒരു വഴിയുമില്ലാത്തത് കൊണ്ട് ആ റിപ്പോർട്ട് മൃഗഡോക്ടറിന് കൊടുക്കും. ഡോക്ടറിന് ആദ്യം സമ്മതിക്കാൻ മടിയുണ്ടായിരുന്നെങ്കിലും ഹീറോ കുറെ പണം കൊടുത്ത് എങ്ങനെയൊക്കെയോ കാര്യങ്ങൾ സാധിക്കും. ഡോക്ടർ ആ റിപ്പോർട്ടെല്ലാം വായിച്ച ശേഷം ഹീറോയോട് പറയും CEO ആയിട്ടുള്ള റോളണ്ടിന് ഡീഹൈഡ്രേഷൻ ഉണ്ടായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് പല്ലുകൾ കൊഴിഞ്ഞു പോകുന്നതെന്നും. പക്ഷെ അവിടെയുള്ള ആളുകളെല്ലാം എപ്പോഴും വെള്ളം കുടിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അവിടെയുള്ള പല ട്രീറ്റ്മെന്റുകളും വെള്ളത്തിലുമായിരുന്നു. എന്നിട്ടും എങ്ങനെയാണ് ഡീഹൈഡ്രേഷൻ ഉണ്ടായത് എന്ന് ഹീറോയ്ക്ക് ഡൗട്ട് അടിക്കും. ഈ കാര്യം ഹീറോ ഡോക്ടറിനോട് ചോദിക്കുമ്പോൾ ഡോക്ടർ അത് അറിയില്ലെന്ന് പറയും. പിന്നീട് ഡോക്ടർ ആ സെന്ററിന്റെ പഴയ കഥകളെല്ലാം ഹീറോയോട് പറയുകയും ചെയ്യും. ആ ടൈമിൽ ഡോക്ടർ അവിടെ ഒരു പശുവിനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പശുവിന്റെ വേദന കാരണം ഡോക്ടർ ആ പശുവിന്റെ വയറ് കീറി കൊല്ലും. ആ ടൈമിൽ ആ പശുവിന്റെ വയറ്റിൽ നിന്ന് ഒരു പ്രത്യേക മീൻ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇതേ മീനിനെ ഹീറോ സെൻട്രലിലെ വെള്ളത്തിൽ കണ്ടിട്ടുമുണ്ടായിരുന്നു. ഈ ടൈമിൽ തന്നെ ബാറിൽ നിൽക്കുന്ന യാത്രഞ്ഞ് രണ്ട് ചെറുപ്പക്കാർ വന്ന് ശല്യപ്പെടുത്തുകയും ചെയ്യും. അവിടേക്ക് വന്ന ഹീറോ ആണെങ്കിലോ അവളെ രക്ഷിക്കാൻ നോക്കും. പക്ഷെ ആ ചെറുപ്പക്കാർ ഹീറോയെ അടിക്കും. കാല് വയ്യാത്തത് കൊണ്ട് തന്നെ ഹീറോയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. ആ ടൈമിലാണ് ബാറിലേക്ക് വോൾമർ വരുന്നത്. വോൾമറിനെ കണ്ട ഉടനെ എല്ലാ ആളുകളും ഒന്ന് പേടിക്കും. എല്ലാവരും ഒന്ന് പുറകോട്ട് മാറും. അവിടേക്ക് വന്ന വോൾമർ കാതറിനെ അവിടുന്ന് വിളിച്ചുകൊണ്ടുപോയി വോൾമർ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകും. അവിടെ ആ സെന്ററിലെ മറ്റൊരു കാർ കൂടി ഉണ്ടായിരുന്നു. ബാറിൽ കിടന്ന് വെറുതെ അടിയുണ്ടാക്കാതെ വണ്ടിയിൽ വന്ന് കയറാൻ വണ്ടിയുടെ ഡ്രൈവർ ഹീറോയോട് പറയും. ഹീറോ വണ്ടിയിലേക്ക് കയറി വീണ്ടും ആ സെന്ററിലേക്ക് പോകും. ഹീറോയ്ക്ക് പതിയെ പതിയെ ഡീഹൈഡ്രേഷൻ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ലക്ഷണമായി ഹീറോയുടെ ഒരു പല്ല് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഹീറോ ഈ കാര്യം നേഴ്സിനോട് പറയാനും ആ പല്ല് കാണിക്കാനുമൊക്കെ നേഴ്സിൻ്റെ അടുത്തേക്ക് വരും. ആ ടൈമിൽ നേഴ്സ് അവിടുന്ന് മാറുന്ന ടൈം നോക്കി ഹീറോ അവിടെയുള്ള ബുക്കിലെ ലിസ്റ്റ് എടുക്കും. ആ ലിസ്റ്റിൽ CEO ആയിട്ടുള്ള റോളണ്ട് ഉണ്ടോ എന്ന് നോക്കും. റോളണ്ട് ഇപ്പോൾ എവിടെയാണെന്ന് ഹീറോ ബുക്കിൽ കാണും. ഹീറോ ആ റൂമിലേക്ക് പോവുകയും ചെയ്യും. ആ ടൈമിലാണ് അവിടെ കുറേ പെട്ടികൾ കാണുന്നത്. അതായത് മനുഷ്യനെ ഇടാൻ പാകമായിട്ടുള്ള കുറേ പെട്ടി. പെട്ടെന്ന് ആ റൂമിൽ ആരോ വരുന്ന ശബ്ദം കേട്ട ഹീറോ അവിടെയുള്ള മറ്റൊരു റൂമിലേക്ക് പോകും. നോക്കുമ്പോഴോ അവിടെ ആളുകളുടെ ബോഡി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് ഹീറോ അവിടെ റോളണ്ടിന്റെ ബോഡിയും കാണുന്നത്. ഇത് കണ്ട ഹീറോ ശരിക്കും ഷോക്കായി പോകും. പിന്നീട് ഹീറോ ആ റൂമിൽ കയറി എന്നുള്ള കാര്യം വോൾമർ അറിയും. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന വോൾമർ ഹീറോയുടെ മുമ്പിലുള്ളൊരു പല്ല് പറിച്ചെടുക്കുകയും ചെയ്യും. വായിന്ന് ബ്ലഡൊക്കെ വന്ന് ഹീറോ അവിടെ നിൽക്കുമ്പോഴാണ് പുറത്തൊരു കാറ് കാണുന്നത്. ആ കാറിന്റെ ഡ്രൈവർ ഹീറോ ഇവിടേക്ക് കൊണ്ടുവന്ന ഡ്രൈവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ വണ്ടിയിലേക്ക് ചാടി കയറും. ഡ്രൈവറിനെ അറിയാവുന്നതുകൊണ്ട് തന്നെ വണ്ടി എടുക്കാനായും പറയും. ഡ്രൈവർ ആ വണ്ടിയും എടുത്തുകൊണ്ട് ഹീറോയെ ടൗണിലുള്ളൊരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ എത്തിയ ഹീറോ സെൻട്രിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പോലീസിനോട് പറയും. അതോടൊപ്പം തന്നെ തൻ്റെ കമ്പനിയുടെ CEO ആയിട്ടുള്ള റോളണ്ടിനെയും കൊലപ്പെടുത്തി എന്നുള്ള കാര്യം ഹീറോ പറയും. ഇതൊക്കെ കേട്ട പോലീസ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ ശേഷം അവിടേക്ക് മാറിപ്പോവുകയും ചെയ്യും. ആ ടൈമിലാണ് ആ സെൻട്രൽ എല്ലാവരും കുടിക്കുന്ന ആ തുള്ളിമരുന്ന് പോലീസിന്റെ കയ്യിലും ഇരിക്കുന്നത് ഹീറോ കാണുന്നത്. ഇത് കണ്ട ഹീറോയ്ക്ക് പിടികിട്ടും പോലീസ് വോൾമറിന്റെ ആളാണെന്നുള്ളത്. ഹീറോ അവിടെയുള്ളൊരു കത്തിയെടുത്ത് കയ്യിൽ വെച്ച ശേഷം ആക്രമിക്കാനായി നിൽക്കും. ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് വോൾമർ വരുന്നത്. നിങ്ങളെൻ്റെ CEOയെ കൊന്നു എന്നൊക്കെ ഹീറോ വോൾമറിനോട് പറയും. ആ ടൈമിൽ വോൾമറിൻ്റെ കൂടെ വന്നവർ ഹീറോയ്ക്ക് ഭ്രാന്താണെന്നും പറയും. നിങ്ങളെന്നെ ഭ്രാന്തനൊന്നുമാക്കാൻ നോക്കണ്ട, എല്ലാം എനിക്ക് പിടികിട്ടിയെന്ന് ഹീറോ പറയും. ഇത് കേട്ട വോൾമർ നിനക്ക് തെളിവ് വേണമെന്ന് ചോദിക്കും. ആ ടൈമിലാണ് അവിടേക്ക് റോളണ്ട് വരുന്നത്. ഇത് കണ്ട ഹീറോ ശരിക്കും ഷോക്കായി പോകും. എനിക്കിഷ്ടമല്ലാത്ത കമ്പനിയിൽ എന്നെ ബലമായി പിടിച്ചുകൊണ്ടു പോകാൻ ഹീറോ നോക്കുകയാണെന്ന് റോളണ്ട് പോലീസിനോട് പറയും. ഈ കംപ്ലൈന്റ് കേട്ട പോലീസ് ഹീറോയെ പിടിക്കാനായി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതെല്ലാം ട്രീറ്റ്മെന്റ് ചെയ്ത് ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന് വോൾമർ പറയുന്നത്. പിന്നീട് വോൾമർ ഹീറോയും കൂട്ടിക്കൊണ്ട് വീണ്ടും ആ സെന്ററിലേക്ക് പോകും. ഭ്രാന്തുണ്ടെന്നുള്ള കാര്യം ഹീറോയ്ക്ക് പിടികിട്ടുകയും ചെയ്യും. ആ വെള്ളത്തിൽ കിടക്കുന്നത് ട്രീറ്റ്മെന്റ് ആണെന്ന് പിടികിട്ടിയ ഹീറോയും ആ ട്രീറ്റ്മെന്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹീറോ മൊത്തത്തിൽ കൺഫ്യൂസ് ആകും.
ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഹീറോയ്ക്ക് മൊത്തത്തിൽ ഡൗട്ട് അടിക്കും. ഇതെല്ലാം ഹീറോ അവൻ്റെ ഡയറിയിൽ എഴുതി വെക്കുകയും ചെയ്യും. ആ ടൈമിലാണ് ഹീറോ അവൻ്റെ മുമ്പിലുള്ളൊരു ഗ്ലാസ് തല്ലി പൊട്ടിക്കുന്നതും ആ ഗ്ലാസ് എടുത്ത് ഹീറോ അവൻ്റെ പ്ലാസ്റ്റർ കീറി മുറിക്കുന്നതും. മുറിച്ചു കഴിയുമ്പോഴാണ് ഹീറോയ്ക്ക് പിടികിട്ടുന്നത് അവൻ്റെ കാലിനൊരു കുഴപ്പവുമില്ലെന്ന്. കാലിനൊരു കുഴപ്പവുമില്ലാതെയാണ് ഇത്രയും കാലം അവൻ പ്ലാസ്റ്ററും ഇട്ടുകൊണ്ട് നടന്നത്. കാലിന് പറ്റിയതുപോലെ അവൻ്റെ ഭ്രാന്തും വോൾമർ വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണെന്ന് ഹീറോയ്ക്ക് പിടികിട്ടും. ഇത് പിടികിട്ടിയ ഹീറോ അവിടെയുള്ള മറ്റൊരു റൂമിലേക്ക് പോകും. ആ റൂമിലെത്തുമ്പോഴാണ് ഹീറോ കാണുന്നത് മരണപ്പെട്ട കുട്ടികളുടെ ഡെഡ് ബോഡി ഒരു കുപ്പിയിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. അതൊരു പ്രത്യേക വെള്ളത്തിലായിരുന്നു ഇട്ടുവെച്ചത്. അതോടൊപ്പം തന്നെ പണ്ട് മരണപ്പെട്ട ബാരൻ്റെ വൈഫിൻ്റെ ഫോട്ടോ ഹീറോ അവിടെ കാണും. അതായത് ബാരൻ്റെ അനിയത്തിയുടെ ഫോട്ടോ. ആ പെണ്ണിനാണെങ്കിലോ ഇപ്പോഴുള്ള ക്യാദറിൻ്റെ അതേ ലുക്കായിരുന്നു. അതോടൊപ്പം തന്നെ ഹീറോ അവിടെ മറ്റൊരു ബോഡിയും കൂടെ കാണും. അത് വിക്ടോറിയയുടെ ബോഡിയായിരുന്നു. ഈ ടൈമിൽ തന്നെ ക്യാദറിന് ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതായി കാണിക്കും. അതായത് സ്വിമ്മിംഗ് പൂൾ പോലെ ഒരിടത്ത്. ഇവിടെ ഹീറോ നിന്ന റൂമിലേക്ക് വേറെ ആരോ വരും. അങ്ങോട്ടേക്ക് വന്ന അയാൾ വിക്ടോറിയയുടെ ബോഡി വെള്ളത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യും. ആ ബോഡിയിലേക്ക് കുറെ മീൻ വന്ന് കൊത്തുകയും ചെയ്യും. ഇവിടെ ഹീറോ ഒളിച്ചു നിൽക്കുന്നത് പുള്ളി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഹീറോയെ ആക്രമിക്കാൻ തുടങ്ങും. ഹീറോ എങ്ങനെയൊക്കെയോ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. ഈ ടൈമിൽ തന്നെ വെള്ളത്തിൽ കിടക്കുന്ന ക്യാദറിന് ആദ്യമായി അവളുടെ പീരിയഡ്സ് വരും. വെള്ളത്തിൽ മുഴുവൻ ബ്ലഡ് ആകുന്ന ടൈമിൽ അവിടെയുള്ള മീനുകളെല്ലാം അവളുടെ അടുത്തേക്ക് വരികയും ചെയ്യും. പക്ഷേ ക്യാദറിനെ ഒന്നും ചെയ്യാതെ ആ മീനുകൾ അവിടെ നിന്ന് വട്ടം കറങ്ങും. എന്തോ ഹെൽത്ത് ഇഷ്യൂ ആണെന്നോർത്ത് പേടിച്ച് ക്യാദറിൻ അവിടെ നിന്നിറങ്ങി വോൾമറിൻ്റെ അടുത്തേക്ക് പോകും. വോൾമർ ആ ടൈമിൽ എല്ലാവരും ഡിന്നർ കഴിക്കുന്നിടത്തുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്ന ക്യാദറിനെ കണ്ട വോൾമർ ശരിക്കും ഹാപ്പിയാകും. ഡോക്ടർ ക്യാദറിനോട് അകത്തേക്ക് പോയിക്കോളാനും പറയും. പിന്നീടാണ് അങ്ങോട്ടേക്ക് ഹീറോ എത്തുന്നത്. എല്ലാവർക്കും അസുഖമാണെന്ന് പറഞ്ഞ് വെറുതെ ഡോക്ടർ എല്ലാവരുടെയും മേത്ത് പരീക്ഷണം നടത്തുകയാണെന്ന് ഹീറോ എല്ലാവരോടും പറയും. ഇവിടുത്തെ വെള്ളം കാരണമാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നതെന്നും എല്ലാവരും ഇത് എതിർക്കണമെന്നും ഹീറോ പറയും. ഇത് കേട്ട് എല്ലാവരും അവിടെ നിന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. ഹീറോ ഓർത്തത് എല്ലാവരും എഴുന്നേറ്റത് ഡോക്ടറിനെ ആക്രമിക്കാനാണെന്നാണ്. പക്ഷെ അവിടെ നിന്ന് എഴുന്നേറ്റ എല്ലാവരും ഹീറോയുടെ അടുത്തേക്ക് വന്ന് ഹീറോയെ ആക്രമിക്കും. ശരിക്കും ഈ ഡോക്ടർ അവിടെയുള്ള ആളുകളെല്ലാം ഹിപ്നോട്ടൈസ് ചെയ്ത് ഏറെക്കുറെ ഡോക്ടറിൻ്റെ ആളുകളാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് ഹീറോയെ അവിടെ നിന്ന് ഒരു റൂമിലേക്ക് കൊണ്ടുപോകും. ഒരു പെട്ടിയിൽ അടച്ചും വെക്കും. അതായത് തല മാത്രം പുറത്തേക്ക് കാണുന്നൊരു പെട്ടി. ഹീറോയുടെ അപ്പുറത്ത് റോളണ്ടും കിടപ്പുണ്ടായിരുന്നു. ഹീറോയുടെ തൊട്ടടുത്ത് ഗ്ലൂക്കോസിൽ ഡ്രിപ്പ് ഇടുന്നത് പോലെയുള്ളൊരു കുപ്പി ഉണ്ടായിരുന്നു. പക്ഷേ ആ കുപ്പിയുടെ അകത്താണെങ്കിലോ ഗ്ലൂക്കോസ് ഒന്നുമല്ലായിരുന്നു. എന്തോ കലക്കവെള്ളവും പിന്നെ ഹീറോ മുമ്പ് കണ്ടിട്ടുള്ള ആ മീനുമായിരുന്നു. ആ ടൈമിലാണ് ഡോക്ടർ പറയുന്നത് ഈ മീനുകൾക്ക് സാധാരണ 12 വർഷമാണ് ആയുസ്. പക്ഷേ ഈ വെള്ളത്തിൽ ഈ മീൻ 300 വർഷത്തോളം ജീവിക്കും. ഇതറിഞ്ഞ ഡോക്ടർ ഈ വെള്ളം അവിടെയുള്ള ആളുകളിൽ പരീക്ഷിച്ചു നോക്കി. അതായത് ആളുകൾക്ക് ആയുസ് കൂടുമോ എന്നറിയാൻ. പക്ഷെ അപ്പോഴാണ് അറിയുന്നത് ഈ വെള്ളത്തിൽ മനുഷ്യൻ്റെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്ന എന്തോ പോയിസൺ ഉണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് ശുദ്ധമായിട്ടുള്ള വെള്ളമാക്കാൻ വേണ്ടിയാണ് ഈ ആളുകളെ ഉപയോഗിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ആളുകളെ ഫിൽട്ടർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡോക്ടർ ഹീറോയുടെ വായിലേക്ക് ഒരു ഹോസ് കയറ്റിയ ശേഷം ആ ട്രിപ്പിലുള്ള വെള്ളവും മീനും ഹീറോയുടെ വായിലൂടെ കടത്തിവിടും. ഈ സീൻ ശരിക്കും കുറച്ച് ബ്രൂട്ടലായിട്ടുള്ള സീനാണ്. അതുകൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വീഡിയോയ്ക്ക് റെസ്ട്രിക്ഷൻ വരെ കിട്ടിയേക്കാം. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വോൾമർ ക്യാദറിനെ കല്യാണം കഴിക്കാൻ വേണ്ടി തുടങ്ങും. കാരണം അവൾക്ക് പ്രായപൂർത്തി ആയതുകൊണ്ട്. അങ്ങനെ അവിടെയുള്ള എല്ലാവരെയും വിളിച്ചുകൂട്ടി വോൾമർ ക്യാദറിനെ കല്യാണം കഴിക്കുകയും ചെയ്യും. പിന്നീട് രാത്രിയാകുമ്പോൾ വോൾമർ ക്യാദറിനെ കെട്ടിയിട്ട ശേഷം റേപ്പ് ചെയ്യാനായും തുടങ്ങും. ഈ ഒരു ടൈമിൽ തന്നെ ഹീറോ അവിടെയുള്ള ഒരു റൂമിലേക്ക് കയറും. അപ്പോഴാണ് ഹീറോയ്ക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ കിട്ടുന്നത്. അതായത് ഈ വെൽനസ് സെൻറ്റർ നിർമ്മിക്കുന്ന ടൈമിലുള്ള ഫോട്ടോ. ഏറെക്കുറെ 100 വർഷം പഴക്കമുള്ള ഫോട്ടോ. അപ്പോഴാണ് ആ ഫോട്ടോയിൽ ഹീറോ ക്യാദറിനെ കാണുന്നത്. 100 വർഷം മുമ്പും ക്യാദറിൻ ചെറിയ പെണ്ണായിട്ട് നിൽക്കുന്നത് ഹീറോ കാണുന്നത്. ഇത് കണ്ട ഹീറോ ശരിക്കും ഷോക്കായി പോകും. കാരണം 100 വർഷം മുമ്പ് ചെറുപ്പമായിരുന്ന ക്യാദറിൻ ഇപ്പോഴും ചെറുപ്പമാണ്. ഇത് കണ്ട ഹീറോ അവിടുന്ന് നേരെ വോൾമറിൻ്റെ അടുത്തേക്ക് പോകും. 100 വർഷം മുമ്പ് നീ നിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചു, ഇപ്പോൾ നീ നിന്റെ മകളെ കല്യാണം കഴിക്കുന്നുവെന്ന് ഹീറോ ചോദിക്കും. അപ്പോഴാണ് അത് അവളുടെ അച്ഛനാണെന്നുള്ള കാര്യം ക്യാദറിൻ അറിയുന്നത്. ആ ടൈമിൽ തന്നെയാണ് വോൾമർ അവൻ്റെ മാസ്ക് കഴിക്കുന്നത്. നോക്കുമ്പോഴോ അത് ബൊറോൺ ആയിരുന്നു. അതായത് 200 വർഷങ്ങൾക്ക് മുമ്പ് ജീവനോടെ തീ കത്തിയ ബൊറോൺ. എനിക്ക് പ്യുവർ ബ്ലഡിൽ ഒരു കുട്ടിയെ വേണമെന്ന് ബൊറോൺ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഹീറോ അവിടേക്ക് വന്നത് മൊത്തത്തിൽ തീയിടാൻ റെഡി ആയിട്ടായിരുന്നു. അപ്പോൾ തന്നെ ഹീറോ അവിടേക്ക് തീയിടും. അവിടെ മുഴുവൻ തീ പിടിക്കും. പണ്ട് നടന്നതുപോലെ സെൻറ്റർ മുഴുവൻ നിന്ന് കത്തും. പേഷ്യൻ്റ് എല്ലാം അവിടേക്കും ഇവിടേക്കും ചിതറി ഓടുകയും ചെയ്യും.
എന്നാൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ബൊറോൺ ആണെങ്കിലോ ഹീറോയെ അടിക്കും. ഹീറോയെ അടിച്ച് തളർത്തി അവിടുന്ന് വലിച്ചുകൊണ്ടുപോയി ആ മീൻകുളത്തിലേക്ക് ഇടാനായി നോക്കും. ആ ടൈമിൽ കാതറിൻ പുറകിൽ വന്ന് ഡാഡി എന്ന് വിളിക്കും. ഇത് കേട്ട ബോറോൺ അവളെ നോക്കുമ്പോഴോ അവളുടെ കയ്യിലുള്ള കമ്പി വെച്ച് കാതറിൻ ബോറോണിന്റെ തലയിലടിക്കും. അടി കൊണ്ടതുകൊണ്ട് തന്നെ ബോറോൺ അവിടുന്ന് താഴേക്ക് ആ മീൻകുളത്തിലേക്ക് വീഴും. അവിടെയുള്ള എല്ലാ മീനും വന്ന് ബോറോണെ കൊത്തുകയും ചെയ്യും. അങ്ങനെ ഹീറോ ആ സെൻട്രലിൽ നിന്ന് കാതറിനെയും വിളിച്ചുകൊണ്ട് രക്ഷപ്പെടും. കാതറിനുമായി അവൻ സൈക്കിളും ചവിട്ടി പോകും. ആ ടൈമിലാണ് അവരുടെ സൈക്കിൾ ഒരു കാറിലേക്ക് ഇടിക്കുന്നത്. ആ കാറിൽ മറ്റാരുമല്ലായിരുന്നു, കമ്പനിയുടെ ബോർഡ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അവരെ കണ്ട ഹീറോ CEO ആയിട്ടുള്ള റോളണ്ട് മരണപ്പെട്ട കാര്യം പറയും. ആ ടൈമിൽ ഡയറക്ടേഴ്സ് അവരുടെ കൂടെ വരാൻ ഹീറോയോട് പറയും. പക്ഷേ ഹീറോ അവരുടെ കൂടെ പോകില്ല. കാതറിനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റില്ലെന്ന് ഹീറോ അവരോട് പറയും. പിന്നീട് ഹീറോ സൈക്കിളും എടുത്തുകൊണ്ട് കാതറിനുമായിട്ട് അവിടുന്ന് പോവുകയും ചെയ്യും. അങ്ങനെ പോകുന്ന ടൈമിലാണ് ഹീറോയുടെ മുഖത്തൊരു പ്രത്യേക സ്മൈല് കാണുന്നത്. ഈ സ്മൈല് കാണുമ്പോൾ നമുക്കൊന്നാണ് പിടികിട്ടുന്നത്, വീണ്ടും ഒരു ട്വിസ്റ്റ്. അതായത് ഈ സൈക്കിളും ചവിട്ടി പോകുന്നവൻ ഹീറോ അല്ല, ഇത് വോൾമർ തന്നെയാണ്, അതായത് ബോറോൺ ആണ്. ഹീറോയുടെ മാസ്ക് ഇട്ട ബോറോൺ ആണിത്. ഇതിന്റെ അർത്ഥം ഇപ്പോഴും ബോറോണിന് കാതറിനെ വേണമെന്നാണ്. അങ്ങനെ ഇവർ ഈ സൈക്കിളും ചവിട്ടി പോകുമ്പോൾ ഈ മൂവിയും അവിടെ തീരും.